ന്യൂസ് ആഫ്റ്റർനൂൺ തുടരുന്നു. മുനമ്പം ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ വഖഫ് ട്രിബ്യൂണൽ. ഭൂമി വഖഫ് ആണോ ദാനമാണോ എന്നാണ് പരിശോധിക്കുക. പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് തീരുമാനിച്ചിരുന്നതെന്നും ട്രിബ്യൂണൽ. ഈ സാഹചര്യത്തിലാണ് ട്രിബ്യൂണൽ പുതിയ പരിശോധനയ്ക്ക് തീരുമാനിച്ചത്. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, വിവരങ്ങൾ. വൃന്ദ, കൂടുതൽ പരിശോധനയ്ക്കായാണ് വഖഫ് ട്രിബ്യൂണൽ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ശക്തമായ വാദം തന്നെ ട്രിബ്യൂണൽ മുൻപാകെ നടന്നു. അതിൽ തന്നെ വഖഫ് ബോർഡിന്റെ വാദം വഖഫ് ബോർഡിന്റെ അഭിഭാഷകനും ഫാറൂഖ് കോളേജിന്റെ വാദം ഫാറൂഖ് കോളേജിന്റെ അഭിഭാഷകന്റെ വാദം അവരുടെ അഭിഭാഷകനും തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സംശയം, നേരത്തെയുള്ള വിധികളിൽ 1977 പറവൂർ സബ് കോടതിയുടെ വിധികളിലും ഒപ്പം തന്നെ അത് തിരിയിട്ടുള്ള 78 ഹൈക്കോടതി വിധികളും ഈ ഭൂമി കൃത്യമായി വഖഫാണോ അല്ല ദാനമാണോ എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത കൈവരുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം പൊതുവായി ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഈ ഭൂമി വഖഫാണോ അല്ല ദാനമാണോ എന്ന് സംബന്ധിച്ച് വിശദമായൊരു പരിശോധനയ്ക്ക് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ വഖഫ് ബോർഡിൻ്റെ ഇത് വഖഫ് ഭൂമിയാണ് എന്നത് സംബന്ധിച്ച് ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് 2019 ആ ഉത്തരവ് സംബന്ധിച്ച പരിശോധന നാളെ കേസിൽ വാദം തുടരുമ്പോൾ കോടതിയിൽ നടക്കും, ട്രിബ്യൂണലിൽ നടക്കും. അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇതിൻ്റെ രജിസ്ട്രേഷൻ രേഖകൾ പരിശോധിക്കുക എന്ന നിലയിലേക്കാണ് ട്രിബ്യൂണൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നലെ പറവൂർ സബ് കോടതിയിലെ 1971 വിധിയായിരുന്നു പരിശോധിച്ചത്. ഇന്ന് ഹൈക്കോടതിയിലെ വിധിയാണ് പരിശോധിച്ചത്. അതിനിടെ തന്നെ ഈ സിദ്ദീഖ് സേട്ടിൻ്റെ മകൾ സുബൈദ ബായിയുടെ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ഇന്നലെ, അതായത് ഇത് വഖഫ് ഭൂമി അല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഒരു ഇത് വിറ്റുതുലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നു. അതായത് നേരത്തെ സുബൈദ ബായി അടക്കമുള്ള സിദ്ദീഖ് സേട്ടിൻ്റെ മക്കൾ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ പറഞ്ഞിരുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്നും വഖഫ് ഭൂമിയാണെന്ന തരത്തിൽ രജിസ്ട്രേഷൻ വേണമെന്നുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു ചെറിയൊരു നയവ്യതിയാനം ഇവരുടെ വാദത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ കണ്ടത്. അതിൻ്റെ കൂടി ഒരു തുടർച്ചയായാണ് ഇന്നിപ്പോൾ ഇത് വഖഫ് ഭൂമിയാണോ അല്ല ദാനമാണോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി പുതിയൊരു ഇതിൻ്റെ സ്വഭാവ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രിബ്യൂണൽ പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ട്രിബ്യൂണൽ വിലയിരുത്തുന്നത് നേരത്തെ ഇതിൻ്റെ മുൻവിധികളിൽ, അതായത് 71 പറവൂർ സബ് കോടതിയുടെ വിധിയിലും 75 ഹൈക്കോടതി വിധിയിലും അതിൻ്റെ ഒരു കൈവശാവകാശം മാത്രമാണ് പരിഗണിച്ചിരുന്നത് എന്നാണ് ട്രിബ്യൂണൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അതിൻ്റെ സ്വഭാവ പരിശോധനയിലേക്ക് കടക്കാൻ ട്രിബ്യൂണൽ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി റിയാസ്.